നെതർലൻഡ്സ് യൂറോപ്പിലെ ഒരു പ്രധാന രാജ്യമാണ്. കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ലോക പ്രശസ്തമാണ് ഈ നാട്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായാണ് ഇത് അറിയപ്പെടുന്നത്. കേരളത്തിന് കുട്ടനാട് എന്ന പോലെ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളാണ് നെതർലൻഡ്സിൽ പകുതിയോളവും. നെതർലൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്. ചരിത്രപ്രസിദ്ധമായ കനാലുകളും മ്യൂസിയങ്ങളും നഗരത്തെ ലോകപ്രസിദ്ധമാക്കുന്നു. ഈ നഗരവും സമുദ്രനിരപ്പിന് താഴെയാണ്. ആംസ്റ്റൽ എന്ന നദിയിൽ ഡാം നിർമ്മിച്ചായിരുന്നു നഗരത്തിന്റെ രൂപീകരണം. കനാലുകളുടെയും ബണ്ടുകളുടെയും ഒരു നഗരമാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ആംസ്റ്റർഡാം സിറ്റി. വെനീസിനെ പോലെ ആംസ്റ്റർഡാമും ഇന്നൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട്. പോകാം ആംസ്റ്റർഡാം നഗരത്തിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ആംസ്റ്റർഡാം നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ആംസ്റ്റർഡാം കനാൽ ക്രൂസ്, തുടർന്ന് വോണ്ടൽ പാർക്ക്, അടുത്തതായി ഡാം സ്ക്വയർ, പിന്നെ മാഡം തുസാഡ്സ് ആംസ്റ്റർഡാം, തുടർന്ന് ദംറാക്ക് സ്ട്രീറ്റ്, അടുത്തതായി നെമോ സയൻസ് മ്യൂസിയം, പിന്നെ ആഡം ലുക്കൌട്ട്, തുടർന്ന് മാർക്കൻ വില്ലേജ് ആൻഡ് മാർക്കൻ ഫെറി ട്രിപ്പ്, പിന്നെ വോളൻ ഡാം. അവിടെ നിന്നും സാൻസെ ഷാൻസ് വില്ലേജ്, അവസാനമായി കുക്കൻഹോഫ്. ഒരു കനാൽ ക്രൂസിൽ നിന്ന് തന്നെ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. കനാലുകളുടെ നഗരമായ ആംസ്റ്റർഡാമിൽ കാഴ്ചകൾ കാണാൻ ഏറ്റവും ഉത്തമം ബോട്ട് യാത്രകളാണ്. പലതരം ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പൺ ബോട്ടുകളാണ് ഇതിൽ ഏറ്റവും മികച്ചത്. വലിപ്പം കുറഞ്ഞ തുറന്ന ബോട്ടുകളിൽ നഗരത്തിലെ ചെറുതും വലുതുമായ കനാലുകളിലൂടെ സഞ്ചരിക്കാം. എല്ലാ ബോട്ടുകളിലും ഗൈഡിന്റെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ചെറിയ ബോട്ടുകളിൽ ഡ്രൈവർ തന്നെ കാഴ്ചകളെപ്പറ്റി വിവരണം നൽകും. നഗരത്തിലെ മിക്ക ചരിത്ര മന്ദിരങ്ങളുടെ ഈ സ്ഥാനം കനാലുകളുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ യാത്ര ചെയ്താൽ നഗരത്തിലെ പ്രധാന കാഴ്ചകളെ പറ്റിയുള്ള ഏകദേശ രൂപം ലഭിക്കും. 160-ലധികം കനാലുകളാണ് ആംസ്റ്റർഡാം നഗരത്തിലുള്ളത്. ഇവയെല്ലാം വന്നു ചേരുന്നത് ആംസ്റ്റൽ എന്ന നദിയിലാണ്. നദി പിന്നീട് നോർത്ത് സീയിൽ ചെന്നു ചേരുന്നു. ആംസ്റ്റൽ നദിയിൽ അണകെട്ടി നിർമ്മിച്ച നഗരമായതിനാലാണ് ആംസ്റ്റർഡാം എന്ന പേര് വന്നത്. ഈ കനാലുകളുടെ മറ്റൊരു പ്രത്യേകത ലോക്കുകളാണ്. കടൽവെള്ളം കനാലുകളിലേക്ക് കയറാതെ സംരക്ഷിക്കുന്ന സംവിധാനമാണിവ. കൃത്യമായി ലോക്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ചെയ്യുന്നു.
എങ്കിലും ചിലപ്പോഴൊക്കെ ആംസ്റ്റർഡാം വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ചരിത്ര സ്മാരകങ്ങളുടെ മുന്നിലൂടെ മാത്രമല്ല, റെസിഡൻഷ്യൽ ഏരിയകളിലൂടെയും ബോട്ട് കടന്നുപോകും. അങ്ങനെ സാധാരണക്കാരുടെ ജീവിതവും ബോട്ട് ക്രൂസിലൂടെ കണ്ടറിയാനാകും. നഗരത്തിൽ താമസം ലഭിക്കാതെ വന്നപ്പോൾ ജനങ്ങൾ ആശ്രയിച്ച ഹൗസ് ബോട്ടുകളാണ് കനാലുകളിലെ മറ്റൊരു കാഴ്ച. ഇനി നമുക്ക് നഗരത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഒരു ഉദ്യാനത്തിലേക്ക് പോകാം. വോണ്ടൽ പാർക്ക്. പ്രകൃതിയെ മെരുക്കിയെടുത്ത നെതർലൻഡ്സുകാരുടെ നിർമ്മാണ ചാതുരി ഇവിടെയും കാണാനാകും. മരങ്ങളും പുൽത്തകിടികളും പുഷ്പോദ്യാനങ്ങളും ജലാശയങ്ങളുമെല്ലാം കൃത്യമായ ആസൂത്രണത്തോടെ ഉദ്യാനത്തിൽ കൂട്ടിയിണക്കിയിരിക്കുകയാണ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ആസ്വദിച്ചുകൊണ്ട് പാർക്കിലെ വഴികളിലൂടെ അലസമായി നടക്കുകയെന്നതാണ് ടൂറിസ്റ്റുകളുടെ പ്രധാന വിനോദം. ഇതിനിടയിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ മറ്റും ഫുഡ് കോർട്ടുകളുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു മികച്ച ഡെസ്റ്റിനേഷനാണ്. നഗരവാസികൾ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം സമയം ചിലവിടാനും വ്യായാമത്തിനുമെല്ലാം ഇവിടേക്കാണ് എത്തുന്നത്. ഡാം സ്ക്വയർ ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. പാലസ് സ്ക്വയർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നഗരത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണിത്. പ്രധാനപ്പെട്ട ദേശീയ ചടങ്ങുകളുടെയും സമ്മേളനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും എല്ലാം വേദി. ഇതിന് സമീപത്ത് തന്നെയാണ് റോയൽ പാലസ്. രാഷ്ട്രത്തലവനായ രാജാവിന്റെ ഔദ്യോഗിക വസതിയാണ് റോയൽ പാലസ്. രാജാവ് താമസിക്കുന്നത് ഇവിടെ അല്ലെങ്കിലും പ്രമുഖരായ അതിഥികളെ സ്വീകരിക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ റോയൽ പാലസിൽ നടക്കുന്നു. ഡച്ച് ബറോക്ക് ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൊട്ടാരം തന്നെയാണ് ഇവിടെ പ്രധാന കാഴ്ച. കൊട്ടാരത്തിന്റെ എല്ലാ ഇടങ്ങളിലും ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം പോകാം. അതോടൊപ്പം ഗ്രൗണ്ട് ഹാളിൽ പ്രവർത്തിക്കുന്ന മ്യൂസിയവും കാണാം. ഇതിന് സമീപത്ത് തന്നെയാണ് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ന്യൂ ചർച്ചിന്റെ സ്ഥാനം. ഗോഥിക് ശൈലിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ മനോഹര നിർമ്മിതി ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആൻ ഫ്രാങ്ക് എന്ന ജൂത പെൺകുട്ടിയും കുടുംബവും നാസികളുടെ പിടിയിൽപ്പെടാതെ ഒളിവിൽ കഴിഞ്ഞ വീട് ഇവിടെ സമീപത്തുള്ള മറ്റൊരു കാഴ്ചയാണ്. യുദ്ധം അവസാനിച്ച ശേഷം എഴുതിയ ഡയറി പുറത്തു വന്നതോടെ ആൻ പ്രസിദ്ധയാവുകയായിരുന്നു. ആളുകളെ കണ്ടും മനോഹരമായ നിർമ്മിതികൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തല സൗന്ദര്യം നുകർന്നും വെറുതെ ഇരിക്കുക എന്നതാണ് പാലസ് സ്ക്വയറിലെ പ്രധാന വിനോദം. നൃത്തം, സംഗീതം, ജാലവിദ്യ, അഭ്യാസങ്ങൾ എന്നിങ്ങനെ പലതരം കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സ്ട്രീറ്റ് പെർഫോമർമാരെ ഇവിടെ കാണാം. രാത്രിയാകുന്നതോടെ കാഴ്ചകൾ കൂടുതൽ സുന്ദരമാവുന്നു. ഡാം സ്ക്വയറിന് സമീപത്തുള്ള മറ്റൊരു അപൂർവ കാഴ്ചയാണ് റെഡ് സ്ട്രീറ്റ്. ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയിട്ടുള്ളതിനാൽ ഇവിടെ പരസ്യമായി തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കാണേണ്ടത് മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയമാണ്. ലോകത്തിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം മാഡം തുസാഡ്സ് മ്യൂസിയമുണ്ട്. ഓരോ നഗരത്തിലും തീം വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഹോളിവുഡാണ് പ്രധാന പ്രമേയം. ഹോളിവുഡിലെ പ്രമുഖ അഭിനേതാക്കളുടെയെല്ലാം ജീവൻ തുടിക്കുന്ന പ്രതിമകൾ മ്യൂസിയത്തിൽ കാണാം.
വളരെ സൂക്ഷ്മമായ നിർമ്മാണം തന്നെയാണ് ഈ പ്രതിമകളുടെ ആകർഷണം. ഓരോ മുടിനാരിലും വരെയുണ്ട് പെർഫെക്ഷൻ. കണ്ണുകളിലേക്ക് നോക്കിയാൽ ഒരു പ്രതിമയാണെന്ന് തോന്നാത്ത വിധമാണ് കൃത്യത. സന്ദർശകർ അത്യത്ഭുതത്തോടെ പ്രതിമകൾക്കരികിൽ വന്ന് തുറിച്ചു നോക്കി നിൽക്കുന്നത് ഒരു കൗതുകകരമായ കാഴ്ചയാണ്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളെ അടുത്ത് കണ്ടതുപോലെയുള്ള സന്തോഷം പലരുടെയും മുഖത്ത് കാണാനുമാകും. സിനിമാ താരങ്ങൾ മാത്രമല്ല, കായിക താരങ്ങൾ, പ്രസിദ്ധരായ രാഷ്ട്രീയ നേതാക്കൾ, സംഗീതജ്ഞർ എന്നിവരുടെയും പ്രതിമകൾ ഇവിടെയുണ്ട്. ഓരോ പ്രതിമയുടെയും അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുക എന്നതാണ് സന്ദർശകരുടെ പ്രധാന വിനോദം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി നമുക്ക് ദമ്രാക്ക് സ്ട്രീറ്റിലെ കാഴ്ചകളിലേക്ക് പോകാം. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റാണിത്. വിനോദസഞ്ചാരികൾ നിറഞ്ഞൊഴുകുന്ന തെരുവ്. പകലും രാത്രിയുമെല്ലാം ദമ്രാക്ക് സ്ട്രീറ്റിൽ ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ടാകും. പ്രധാന പാതയിൽ നിന്നും നിരവധി ഇടത്തെരുവുകൾ വശങ്ങളിലേക്ക് നീണ്ടുപോകുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ദമ്രാക്ക് സ്ട്രീറ്റിന് സമാന്തരമായുള്ള പാതകളും ടൂറിസ്റ്റുകൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. കടകളിൽ കയറി സുവനീറുകൾ തിരഞ്ഞും റെസ്റ്റോറന്റുകളിലെ ഭക്ഷണ വൈവിധ്യം പരിശോധിച്ചും നടക്കുന്നതിനിടയിൽ ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങുകയും രുചികൾ ആസ്വദിക്കുകയും ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് എന്ന വിഭവം ആംസ്റ്റർഡാമിന്റെ സവിശേഷതയാണ്. വ്യത്യസ്ത തരം ഫ്രഞ്ച് ഫ്രൈസ് വിഭവങ്ങൾ ഇവിടുത്തെ സ്റ്റാളുകളിൽ ലഭിക്കും. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ദമ്രാക്ക് സ്ട്രീറ്റിലെ മറ്റൊരു കാഴ്ച. അതിമനോഹരമായും പ്രൗഢിയോടെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ള മന്ദിരം ഒരു സ്റ്റേഷനാണെന്ന് കാഴ്ചയിൽ തോന്നില്ല. ഇതിന് സമീപത്ത് തന്നെയാണ് പാരമ്പര്യ തനിമയാർന്ന സെയിന്റ് നിക്കോളാസ് ബസിലിക്കയുടെ സ്ഥാനം. ബറോക്ക്, റിനൈസൻസ് ശൈലികളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മന്ദിരം അകത്തും പുറത്തും അലങ്കാര സമൃദ്ധവും അതിമനോഹരവുമാണ്. ഇനിയൊരു ശാസ്ത്ര പ്രദർശനം കാണാം. നെമോ സയൻസ് മ്യൂസിയം. നെതർലൻഡ്സ് വിദ്യാഭ്യാസ മേഖലയ്ക്കും ശാസ്ത്ര മേഖലയ്ക്കും എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഈ മ്യൂസിയം കണ്ടാൽ മനസ്സിലാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണം. വിവിധ ശാസ്ത്ര തത്വങ്ങളെ ലളിതവും ആകർഷകവുമായ മോഡലുകളാക്കി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്ക് നേരിട്ട് പ്രവർത്തിപ്പിക്കാനാകുമെന്നതാണ് മോഡലുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശാസ്ത്രയുക്തി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. പല വിഭാഗങ്ങളായി നെമോ സയൻസ് മ്യൂസിയത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ച് പ്രദർശനം തയ്യാറാക്കിയിരിക്കുന്നു. ഇവയെല്ലാം പെട്ടെന്ന് കണ്ടു തീർക്കാൻ 4 മണിക്കൂറെങ്കിലും വേണ്ടിവരും. വിശദമായി കാണുകയാണെങ്കിൽ 1 ദിവസവും. കുട്ടികൾക്ക് ഈ പ്രദർശനം വളരെയേറെ ഇഷ്ടപ്പെടും. മോഡലുകൾ പ്രവർത്തിപ്പിക്കുന്ന രീതി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്നു.
ലൈവായി ധാരാളം പ്രദർശനങ്ങളും ഇവിടെ കാണാം. അടുത്തത് ഒരു ഒബ്സർവേഷൻ ഡെക്കാണ്. ആംസ്റ്റർഡാം നഗരത്തിന്റെ വിശാലമായ കാഴ്ച സാധ്യമാകുന്ന ഒരിടം. ആഡം ലുക്കൌട്ട്. ഒരു കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ഈ വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാനം. ഒബ്സർവേഷൻ ഏരിയയ്ക്ക് പുറമെ മറ്റ് ചില ആക്ടിവിറ്റികളും കൂടി ആഡം ലുക്കൌട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. റിവോൾവിംഗ് റെസ്റ്റോറന്റ് ആണ് അതിലൊന്ന്. കറങ്ങുന്ന ഭക്ഷണശാലയിൽ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വൈവിധ്യം നിറഞ്ഞ രുചികൾ നുകരാം. ഇൻഡോർ, ഔട്ട്ഡോർ ഒബ്സർവേഷൻ ഡെക്കുകൾ ഇവിടെ സജ്ജമാണ്. വശങ്ങളിൽ ഗ്ലാസ് പാകിയതാണ് ഇൻഡോർ ഏരിയ. ഔട്ട്ഡോർ ഏരിയ 360 സ്കൈ ഡെക്ക് എന്നറിയപ്പെടുന്ന റൂഫ് ടോപ്പ് ടെറസ് ആണ്. ഇവിടെ ഒരു റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ മുകളിൽ 100 മീറ്ററോളം ഉയരത്തിലുള്ള ഇലക്ട്രിക് ഊഞ്ഞാലാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഒരു ദ്വീപിലേക്കാണ് ഇനി പോകേണ്ടത്. മാർക്കൻ ഐലൻഡ്. നോർത്ത് കടലിൽ നിന്നും ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഗൗസി ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. നെതർലൻഡ്സിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേറിട്ടൊരു സംസ്കാരം നിലനിന്നിരുന്ന ഇടമാണിത്. വസ്ത്രധാരണത്തിലും കലയിലും ജീവിത രീതികളിലുമെല്ലാം ഈ നാട്ടുകാർ വ്യത്യസ്തരായിരുന്നു. കെട്ടിടങ്ങളുടെ രൂപത്തിലും മറ്റും ഇന്നും ആ പ്രത്യേകതകൾ കാണാനും കഴിയും. ഉൾക്കടലിൽ നിർമ്മിച്ച ഒരു തിട്ടയിലൂടെയാണ് ദ്വീപിലേക്ക് എത്തുന്നത്. പാടങ്ങളും വരമ്പുകളും പായൽ നിറഞ്ഞ കനാലുകളും മനോഹരമായ വീടുകളുമെല്ലാം ഉൾപ്പെടുന്ന അതിമനോഹരമായ ഡച്ച് ഭൂപ്രകൃതി ഇവിടെയും ഒരു കാഴ്ചയാകുന്നു. മരം കൊണ്ടുള്ള ക്ലോഗ് എന്ന ഷൂവിന്റെ നിർമ്മാണത്തിൽ വിദഗ്ധരായിരുന്നു മാർക്കനിലെ ജനത. ദ്വീപിൽ ക്ലോഗ് നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും നിർമ്മാണ രീതികൾ നേരിട്ട് കാണുകയും ചെയ്യാം. നമുക്ക് ചേരുന്ന ക്ലോഗ് സുവനീറായി വാങ്ങാനും കഴിയും. ഹരിതാഭവും പ്രസന്നവുമായ അന്തരീക്ഷമാണ് ദ്വീപിലെ പ്രധാന ആകർഷണം. 2000-ഓളം ആളുകൾ വസിക്കുന്നുണ്ടെങ്കിലും അധികം ആരെയും പുറത്തു കാണില്ല. ഗ്രാമവഴികളിലൂടെ ടൂറിസ്റ്റുകൾ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു ലൈവ് മ്യൂസിയത്തിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ഇവിടെ നമുക്കുണ്ടാവുക. കടൽനിരപ്പിന്റെയും കരയുടെയും ഉയരത്തിലുള്ള വ്യത്യാസം ഇവിടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നെതർലൻഡ്സിന്റെ പകുതിയോളം വരുന്ന ഭൂപ്രകൃതിയുടെ കിടപ്പ് ഈ കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കാം. റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും എല്ലാം പ്രവർത്തിക്കുന്ന പ്രൊമനേഡിനടുത്തുള്ള ജെട്ടിയിൽ നിന്നും ബോട്ടിൽ കയറി കരയിലേക്ക് പോവാം. പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ഗൗസി ഉൾക്കടലിലൂടെ യാത്ര ചെയ്യുന്നതും ഒരു രസകരമായ അനുഭവമാണ്. നെതർലൻഡ്സിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇനി നമുക്ക് കാണേണ്ടത്. വോളൻഡാം. ടൂറിസത്തിന് വേണ്ടി ഒരുക്കിയെടുത്തിരിക്കുന്ന തീരദേശ പട്ടണം. ഗൗസി ഉൾക്കടൽ തീരത്താണ് വോളൻഡാമിന്റെ ഈ സ്ഥാനം. ഒരു വശത്ത് ഉയർന്ന ജലനിരപ്പുള്ള കടലും മറുവശത്ത് ജലനിരപ്പിനും 1.5 മീറ്ററോളം താഴ്ചയിൽ ജനവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കരയും. ഈ രണ്ടു ഭാഗങ്ങളെയും ഒരു ബണ്ട് വേർതിരിക്കുന്നു. വോളൻഡാമിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേക മേഖല സൃഷ്ടിച്ചിട്ടുണ്ട്.
ആളുകൾ താമസിക്കുന്ന ഏരിയ വേറെയും. അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ് ഇവിടെ മുഖ്യ ആകർഷണം. കടലിനോട് ചേർന്നുള്ള പ്രൊമനേഡാണ് ടൂറിസ്റ്റ് ഏരിയയുടെ പ്രധാന ഭാഗം. ഇവിടെ ജലയാനങ്ങൾ നിർത്തിയിട്ടിട്ടുള്ള ചെറിയൊരു മറീനയും കൂടിയുണ്ട്. ഈ നൗകകൾ വാടകയ്ക്കെടുത്ത് കടലിലൂടെ സഞ്ചരിക്കാനാകും. സുവനീർ ഷോപ്പുകളും ബേക്കറികളും റെസ്റ്റോറന്റുകളും നിറഞ്ഞ വഴികളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുക എന്നതാണ് വോളൻ ഡാമിലെ പ്രധാന ആക്ടിവിറ്റി. ചീസിന് പ്രസിദ്ധമായ പട്ടണത്തിൽ ചീസ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സന്ദർശിക്കാനാകും. ഇവിടെ ചീസ് നിർമ്മിക്കുന്ന രീതി കണ്ടു മനസ്സിലാക്കാം. അതോടൊപ്പം പലതരം ചീസുകൾ വാങ്ങുകയും ചെയ്യാം. ഇനിയുള്ളത് വോൾട്ടീസ് വാഫിൾസ് എന്ന വാഫിൾ നിർമ്മാണ കേന്ദ്രമാണ്. നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ യന്ത്രങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പുള്ള നിർമ്മാണ സാമഗ്രികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഡെമോ കാണാനും വാഫിൾ വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കാണേണ്ടത് സാൻസേ ഷാൻസ് വില്ലേജ് ആണ്. ജലാശയങ്ങളുടെയും വിൻഡ് മില്ലുകളുടെയും ഗ്രാമം. നെതർലൻഡ്സിന്റെ തനത് ഭൂപ്രകൃതിയും പരമ്പരാഗത ജീവിതവും കണ്ടറിയാൻ ഏറ്റവും മികച്ചൊരു ഡെസ്റ്റിനേഷനാണിത്. വെള്ളക്കെട്ടിൽ കര സൃഷ്ടിച്ച് കൃഷി ചെയ്തും വ്യവസായങ്ങൾ വികസിപ്പിച്ചും ഒരു നാട് വളർന്ന ചരിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാനാകും. ആവേശമുണർത്തുന്ന കഥ തന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയുള്ള ഡച്ചുകാരുടെ അതിജീവനത്തിൻ്റെത്. ആ പാരമ്പര്യവും കാഴ്ചകളും സംരക്ഷിച്ചുകൊണ്ട് സാൻസേ ഷാൻസിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. 5 നൂറ്റാണ്ട് മുമ്പ് ഗ്രാമം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. പാലങ്ങൾ, വിൻഡ് മില്ലുകൾ, കെട്ടിടങ്ങൾ എന്നിവയ്ക്കെല്ലാം രൂപത്തിൽ മാറ്റമൊന്നുമില്ല. മരത്തടിയിൽ തീർത്ത പഴയ കലവറകളും വീടുകളും ഇന്ന് റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും കൂടിയാണ്. വിശാലമായ പാടങ്ങൾ, വരമ്പുകൾ, വീടുകൾ, കനാലുകൾ, ഈ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അലസമായി ഗ്രാമത്തിലൂടെ നടക്കുകയെന്നത് അതീവ രസകരമായ അനുഭവമാകുന്നു. ഒരു കാലത്ത് 100 കണക്കിന് വിൻഡ് മില്ലുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. തടി അറുക്കുക, ധാന്യം പൊടിക്കുക എന്നിവയൊക്കെയായിരുന്നു മില്ലുകളുടെ വ്യാവസായിക ഉപയോഗങ്ങൾ. പ്രധാന ഉപയോഗം കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം കനാലുകളിലേക്ക് ഒഴുക്കുന്നതും. മില്ലുകൾക്കകം സന്ദർശകർക്ക് കയറി കാണാനാകും. സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഗൈഡ് വിശദീകരിച്ച് തരികയും ചെയ്യും. വളരെ സാവധാനം നടന്നു കാണേണ്ട ഡച്ച് ഗ്രാമമാണ് സാൻസേ ഷാൻസ്. അതുകൊണ്ട് തന്നെ അല്പം കൂടുതൽ സമയം ഈ ഗ്രാമം കാണാൻ മാറ്റിവെച്ചാൽ നല്ലതാണ്. അവസാനമായി നമുക്ക് കാണേണ്ടത് കുക്കൻഹോഫ് എന്ന ഗാർഡൻ ആണ്. ടുലിപ്പ് പുഷ്പങ്ങൾക്ക് പേര് കേട്ട ഗാർഡൻ. കുക്കൻഹോഫിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏതാണ്ട് 70 ലക്ഷം ചെടികളാണ് ഇവിടെ വർഷം തോറും വെച്ചുപിടിപ്പിക്കുന്നത്. ടുലിപ്പ് പൂക്കളാണ് സിംഹഭാഗവും. കൂടാതെ ലില്ലി, ഡാഫോഡിൽ തുടങ്ങിയവയും. ഈ ചെടികളെല്ലാം മാർച്ച് മാസത്തോടെ പൂവിട്ടു തുടങ്ങും. ആ സമയത്താണ് പാർക്ക് സന്ദർശകർക്കായി തുറക്കുന്നത്.
മെയ് വരെ സീസൺ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഗാർഡനിൽ പൂത്ത് തളിർത്ത് നിൽക്കുന്ന പൂച്ചെടികളുടെ വിന്യാസം ഒരു അസാധാരണമായ കാഴ്ച തന്നെയാണ്. പലതരം ലാൻഡ്സ്കേപ്പുകൾ സൃഷ്ടിച്ചാണ് ഇവ ക്രമീകരിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ഒരു വാൾപേപ്പർ ചിത്രം പോലെ ഗാർഡൻ അതിഗംഭീര ദൃശ്യ അനുഭവമാകുന്നു. ഒരു വിൻഡ് മില്ലും ഗാർഡനിലുണ്ട്. മില്ലിലെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൂടുതൽ വിശാലമായ കാഴ്ച സാധ്യമാകും. മനുഷ്യബുദ്ധിയും പ്രയത്നവും കൊണ്ട് പ്രകൃതിയിൽ നിന്നും കടഞ്ഞെടുത്തൊരു കലാസൃഷ്ടി എന്നേ ആംസ്റ്റർഡാം നഗരത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാനാകൂ. ഓരോ കോണും ഉദ്യാനം പോലെ മനോഹരമായി അണിയിച്ചൊരുക്കുകയും കൂടി ചെയ്തതോടെ ആംസ്റ്റർഡാം തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോകമെമ്പാടു നിന്നും വർഷം തോറും ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇന്ന് ആംസ്റ്റർഡാം.